പ്രജിത, എങ്ങനെ കീറാം, എങ്ങനെ ശരീരം കീറാം, എങ്ങനെ മുറിക്കാം, എങ്ങനെ മുറിവുണക്കാം എന്ന് നഴ്സിംഗ് പഠനം പോലും പൂർത്തിയാക്കാതെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവരുടെ സഹപ്രവർത്തകരുടെ ശരീരത്തിൽ തന്നെ, സാധാരണ നഴ്സിംഗ് ആണെങ്കിലും ഡോക്ടറിന് പഠിക്കുന്നവർക്കും അവർക്കിങ്ങനെ പിന്നെ ശവശരീരങ്ങളിന്മേലുള്ള ടെസ്റ്റുകളും ശരീരം കീറി മുറിക്കുന്നതിലും ഒക്കെയുള്ള അനാട്ടമി, അതെ, അപ്പോൾ അതിനൊക്കെയുള്ളൊരു അറപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരുടെ മക്കളും ഒക്കെ ഇതിൽ ഉണ്ടായിരുന്നതാണ്, നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് നമുക്കറിയാവുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് അതൊന്നും അത് പഠിക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ തുടങ്ങി കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹപ്രവർത്തകരുടെ ശരീരം, ശരിക്കും ഞാനിത് പറയുമ്പോൾ പ്രജിതയും ആ വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്, നമുക്ക് ഈ വാർത്തയിൽ അത് കൊടുക്കേണ്ടി വരും. കാരണം അത് കൊടുക്കുന്നത് സസന്തോഷം ആണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രേക്ഷകരോട് പറയാൻ കഴിയില്ല. വളരെ ദുഃഖത്തോടുകൂടി, വളരെ സങ്കടത്തോടെ. കാര്യം ആ രംഗം കണ്ടു നിൽക്കാൻ അത് കാണുന്ന ആർക്കും കഴിയില്ല. അപ്പോൾ എന്താ പ്രജിതയ്ക്ക് ഇതിൽ തോന്നുന്നത്? ചേട്ടാ, മനുഷ്യത്വം മരവിച്ചു പോയി നമ്മുടെ കുട്ടികളിൽ എന്ന് പറയേണ്ടി വരും. പിന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയുമ്പോൾ പൂക്കോട്ടെ സിദ്ധാർത്ഥൻ്റെ മരണം ഉൾപ്പെടെ ഇതിനു മുമ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിലെങ്കിലും കൃത്യമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രയും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്തവർക്ക് അത് ചെയ്യാനും തോന്നില്ലായിരുന്നു. അതെ, ഒരിക്കലെങ്കിലും കൃത്യമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഇന്നിപ്പോൾ ഞാനൊരു കേട്ടതാണ്, ഒരു കുട്ടിയുടെ അച്ഛൻ, റാഗിങ്ങിന് ഇരയായ ഒരു കുട്ടിയുടെ അച്ഛൻ ലക്ഷ്മണ പെരുമാൾ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും നിറമില്ലാതെ ഇവരെ ശിക്ഷിക്കണം. ഇനി ഒരാൾക്കും ഈ ഒരു ഗതി വരരുത്. കാരണം എന്ത് വിശ്വസിച്ചിട്ടാണ് കുട്ടികളെയൊക്കെ നമ്മൾ പഠിക്കാൻ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടുന്നത്? എങ്ങനെയാണ് ഇവരെയൊക്കെ വളരെ അലിവോടെ സ്നേഹത്തോടെ ഒക്കെ ചെയ്യേണ്ട ഒരു ജോലി ചെയ്യേണ്ടവരാണ്. ഈ പഠന കാലയളവിൽ ചേട്ടൻ പറഞ്ഞതോടെ വരഞ്ഞും മുറിച്ചും ഒക്കെ ഇത്രയേറെ അവരുടെ ജൂനിയേഴ്സിനെ മുറിപ്പെടുത്തിയിരിക്കുന്നത്. ആ കുട്ടികൾ 3 മാസത്തോളം ഈ റാഗിങ് സഹിച്ചു നിന്നു എന്ന് പറഞ്ഞില്ല. എങ്ങനെ പറയും? കത്തി കഴുത്തിൽ വെച്ചിട്ടാണ് പറയുന്നത് നിന്നെയൊക്കെ ശരിയാക്കി കളയുന്നു. ഏതെങ്കിലും ഒരു കുട്ടി പറയുമോ ചേട്ടാ? പിന്നെ ഈ നഗ്ന വീഡിയോസ് എടുക്കുന്നു, ഈ നഗ്ന വീഡിയോസ് പുറത്ത് കാണിക്കും. അവരാലോചിക്കുന്നതേ ഞങ്ങളുടെ ഭാവി. ചില പിള്ളേരുണ്ട് ചേട്ടാ, വീട്ടുകാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിക്കുന്ന ചില കുട്ടികളുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രജിതയും ഡിഗ്രിയും അതിന്മേൽ PGയും ഒക്കെ ചെയ്തതാണ്. ഇവിടെ മഹാരാജാസിൽ പഠിച്ചതാണ് എന്നോട് ഒരിക്കൽ പറഞ്ഞത്. റാഗിങ്ങിനൊക്കെ ഇപ്പം നമ്മളെല്ലാവരും റാഗിങ്ങിനൊക്കെ പല ഘട്ടത്തിലും, പക്ഷെ ഇത്രയും ക്രൂരമായ രീതിയിലൊക്കെ റാഗിങ് ഉണ്ടായിട്ടുണ്ടാവും. കുനിഞ്ഞിടാ, ആ കല്ലെടുക്കടാ, അല്ലെങ്കിൽ പിന്നെ കസേര ഇരിക്കുന്ന പോലെ ഇരിക്കടാ, അല്ലെങ്കിൽ ക്ലോസറ്റ് ഇരിക്കുന്ന പോലെ ഇരിക്കടാ, ബൗളി ചെയ്യടാ, എന്നെ കൊണ്ട് ബൗളിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചുമ്മാ ക്ലാസ് മുറിക്കകത്ത് ബൗളിങ് ആക്ഷൻ. എങ്ങനെയാടാ കപിൽ ദേവ് എറിയണ? അന്ന് ഞങ്ങൾക്ക് കപിൽ ദേവാണ് അന്ന് താരം. എങ്ങനെയാടാ സച്ചിൻ പന്ത് കൊട്ടുന്നത്? ഇതൊക്കെയായിരുന്നു. അപ്പൊ അതെല്ലാം മാറി. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, പ്രജിതയുടെ കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്നെക്കാളും ജൂനിയറാണ്, അപ്പം ഞങ്ങളെക്കാളും കുറെ കൂടെ തീവ്രത ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ആക്ച്വലി എനിക്ക് അത്തരത്തിൽ ഭീതിതമായിട്ടുള്ള ഒരു അനുഭവം ഈ പറയുന്ന മഹാരാജാസിൽ ഉണ്ടായിട്ടില്ല. വലിയ കോളേജാണ്. ആ മഹാരാജാസിൽ അന്ന് അതായത് യൂണിയൻ ഉണ്ടായിരുന്നത് അതും SFI ആയിരുന്നു. അതല്ല ഇന്നത്തെ SFI എന്ന് ഞാൻ പറയേണ്ടി വരികയാണ്. അതായത് ആ കാലഘട്ടത്തിലൊന്നും എന്നോട് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ചില കാര്യങ്ങൾ അത്തരങ്ങളിലുള്ള കാര്യങ്ങൾ പറയും, നമ്മുടെ ഒരു ഭയമൊക്കെ മാറാനും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെയാണ് അവരെല്ലാവരുമായിട്ട് പിന്നീട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്. അന്നേരത്തേക്ക് കുട്ടികളുടെ ഒന്നും മനസ്സ് കുട്ടികളുടെ മനസ്സ് ഇത്തരത്തിൽ മാറിപ്പോയിട്ടില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് ഇതിലേക്ക് തന്നെയാണ്. ഈ കുട്ടികളുടെ ഈ ക്രൂരത എന്ന് പറയുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഒരു അച്ഛനമ്മമാർക്കും കണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആകെ ഈ ഇത്തരത്തിൽ റാഗിങ്ങിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു ശിക്ഷാവിധി വന്നത് 2005-ലാണ്. അതിനുശേഷം ഒരിക്കൽ പോലും നമ്മുടെ ഈ നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല, അതായത് റാഗിങ് നടക്കാത്തത് കൊണ്ടല്ല,
നിയമം മാത്രമല്ല, നിയന്ത്രിക്കുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് കാലഘട്ടം അനുസരിച്ച് എടുത്തു നോക്കിയാലും ചേട്ടാ, അതിൽ ഇടതുപക്ഷ സംഘടനകളുടെ അനുഭാവം ഉള്ളവർ തന്നെയായിരിക്കും. പറയേണ്ടി വരുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ മനസ്സിലേക്ക്, ഇടതുപക്ഷം എന്ന് പറയുന്നത് മറ്റുള്ള ഒരുത്തനെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണെന്ന് പറഞ്ഞു വെക്കേണ്ട രീതിയിലേക്ക് ഈ കാലഘട്ടം ഈ ഒരു എന്താ പറയാ ഈ ഒരു സംഘടനയെ മാറ്റിയെടുത്തു. തലപ്പത്ത് ആര് വന്നപ്പോഴാണെന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടി വരും. തലപ്പത്ത് ആര് വന്നപ്പോഴാണ്? സംഘടനയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന ഒരു ഏകീകൃത സ്വഭാവത്തിലേക്കുള്ള ഒരു മനുഷ്യൻ വന്നപ്പോഴാണ് ഈ സംഘടനയുടെ അപജയം തുടങ്ങുന്നതെന്ന് ഞാൻ പറയും. ഈ സംഘടനയോടെ ഏറ്റവും സ്നേഹത്തോടെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ എനിക്ക് ഇത് പറയേണ്ടി വരുമ്പോൾ മനസ്സിലെ നല്ലപോലെ വേദനയുണ്ട്. ഈ പറയേണ്ടി വരുന്നത് ഈ കുട്ടികൾക്കെതിരെ ഒന്നും, അതായത് SFI അടിച്ചോടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം, PM മാർഷോ ഉൾപ്പെടെയുള്ള പല വിദ്യാർത്ഥികൾക്കും നിയമവിരുദ്ധമായിട്ട് സർട്ടിഫിക്കറ്റുകളും നിയമനങ്ങളും നൽകി അവരെ പരിപോഷിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടന കൈയാളുന്ന ഒരു നേതാവ് ഇവരെ അടക്കി നിർത്തുന്നതിന് പകരം അഴിച്ചുവിട്ട് ഗുണ്ടകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു അപജയം ഇല്ല എന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ഇതിൽ ഇത്രയും പറയുമ്പോൾ ആ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ അച്ഛനെ കാണാൻ നമ്മൾ ഇവിടുന്ന് പോയിരുന്നു, തിരുവനന്തപുരത്ത്. ആ കുട്ടിയുടെ അച്ഛൻ എന്നോട് സംസാരിച്ചത് കേട്ടാണല്ലോ നമ്മൾ ഹൃദയം തകർന്നു പോകും. കാര്യം ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച പ്രീത പറഞ്ഞു, ഈ പറയുന്ന റാഗിങ് നടത്തിയവർ ഒരു വേള ഇതിൽ നിന്ന് ഒന്നും പഠിക്കാത്തത് കൊണ്ട്, സർക്കാർ പഠിപ്പിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിയമങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും ഉണ്ടായതെന്ന് ആ അച്ഛൻ എൻ്റെ മുമ്പിരുന്ന് ഹൃദയം പൊട്ടി കരയുകയാണ് ചെയ്തത്. ഞാൻ ആകെ തളർന്നു പോയി. കാര്യം ഞാനും ഒരു അച്ഛനാണ്. കാര്യം ആ കുട്ടിയെ ഇത്രയും ക്രൂരമായിട്ടാണ്, അതിക്രൂരമായിട്ടാണ് റാഗ് ചെയ്തത്. എന്നിട്ട് അതിന്മേൽ എന്തുണ്ടായി? അതിന്മേൽ ഉണ്ടായതെന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് ആ പ്രക്രിയ ചെയ്ത ആ വൃത്തികെട്ട ചെക്കന്മാരോടൊപ്പം തന്നെ, ഞാൻ വൃത്തികെട്ട ചെക്കന്മാരെന്നേ പറയുള്ളൂ, അവർ പഠിച്ചത് എന്തായിരുന്നു? വെറ്റിനറി കോളേജിൽ പഠിച്ചവരാണ്. ഒന്നുമല്ലെങ്കിലും ചിന്തിക്കുക. നമ്മൾ ആ കുട്ടികളുടെ കഥ പറയുമ്പോൾ ഇവർ ചെയ്യുന്ന പ്രൊഫഷൻ ഒരു മാഹാത്മ്യമുണ്ട് എന്ന് ഈ പിള്ളേർ മനസ്സിലാക്കണം. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡോക്ടറിന് തുല്യമുള്ളൊരു പ്രൊഫഷനാണ്. ഈ കണ്ട പോക്കരികളാണോ ഇത് പഠിക്കാൻ ഇറങ്ങിയത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എവനൊക്കെയാണോ നാളെ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ പറയുന്ന രീതിയിൽ ശുശ്രൂഷിക്കേണ്ടത്? ഇങ്ങനെയാണോ ശുശ്രൂഷിക്കാൻ പഠിപ്പിക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നതേ ചേട്ടാ, എന്തും ആയിക്കോട്ടെ, ഈ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങൾ മരവിച്ചു പോയ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെന്ന് കൂടി പറയണം. എന്തിന് ഇവരെ പോറ്റി വളർത്തുന്നു എന്ന് പറയണം. ഈ ഒരു കേസിൽ പോലും ഇവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകില്ലെന്ന് ഞാൻ പറയുന്നു. അല്ല പ്രീത പറയുന്നത് കറക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അതായത് നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, ഒരു കുട്ടി സ്കൂളിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആ കുട്ടി ഇരുന്നിടത്തിരുന്ന് മുള്ളുകയാണ് എന്ന് ടീച്ചർ പരാതി പറയാനായിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ നടന്ന് മുള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ടീച്ചർ ആരെടുത്ത് പറയും? അപ്പോൾ ഈ PM മാർഷോ എന്ന SFI-കാരൻ, ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ എൻ്റെ പഠനകാലത്ത് SFI എന്ന ഒരു സംഘടനയോട് എനിക്കും വളരെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ പല ചെറുപ്പക്കാർക്കും ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ആ ആഭിമുഖ്യം അന്നത്തെ SFI അല്ല ഇന്നത്തെ SFI എന്നുള്ളതിൻ്റെ കാരണം മുൻപേ നടക്കുന്ന ഗോവുതൻ്റെ പിമ്പേ നടക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ മുമ്പേ നടക്കുന്ന ഒരു ഗോവ് ഇവിടെ ഉണ്ട്. ആ ഗോവ്, ആ പശു ഇവർക്കെല്ലാം വഴി കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. എടാ മക്കളെ, നീയൊക്കെ മറ്റേ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ അധികം ചിരിച്ചോണ്ടല്ലേ മറുപടി പറഞ്ഞത്? ചിരിച്ചോണ്ടല്ലേ പറഞ്ഞത്? എത്ര നിഷ്പ്രയാസം. ചോദിച്ച എന്നെയും ചോദിച്ച നിങ്ങളെയും ഈ സമൂഹത്തെയും ആസാക്കിയ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. ഇനി ഒരു കൊല്ലം കൂടെ ഉണ്ട് സഹിക്കാനായിട്ട്. നാമെല്ലാം സഹിക്കാനായി തയ്യാറായിക്കോ എന്നാണ് ഈ പറയുന്നതിലും കാര്യമില്ല എന്ന് പറയും. കാരണം പ്രബുദ്ധ കേരളം എന്നുള്ള ഒരു വലിയ ഭാണ്ഡക്കെട്ട്, വലിയൊരു ഭാരം നമ്മുടെ തലയിലുണ്ട്. അത് പ്രബുദ്ധ കേരളം ആയതുകൊണ്ട് വോട്ട് ചെയ്യുന്നതും നോക്കിക്കോ ചേട്ടാ ഇവർക്ക് തന്നെയായിരിക്കും. ആ സമയത്തേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു സംഭവം എടുത്തിടും. അന്നേരത്തേക്ക് വോട്ട് മറിഞ്ഞു വീഴും. അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ വോട്ട് കച്ചവടം ഉൾപ്പെടെയുള്ളത് നടത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മാധ്യമപ്രവർത്തകർ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രബുദ്ധ കേരളം എന്നുള്ള ഒരു തലച്ചുമട്, വലിയൊരു തലക്കനം
അത് ഉള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ നോക്കിക്കോ കാത്തിരുന്ന് കാണാം എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഇല്ല, മറവി രോഗം നമുക്കെല്ലാം ഉള്ളതാ. മറവി രോഗം എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അപ്പോൾ അന്ന് പക്ഷെ അതിലും നമുക്കൊന്ന് പറയാനുള്ളത്, നമ്മൾ ഈ കണ്ട കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ട ആ ഒരു പരമ്പരകൾ, ആ പരമ്പരകൾ ഇപ്പൊ സിദ്ധാർത്ഥനെ അച്ഛനെ കണ്ട കാര്യത്തിൽ ഞാൻ അൺകംപ്ലീറ്റ് ആയി നിർത്തേണ്ടി എനിക്ക് വന്നു. കാരണം ആ മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് വീടിന് പുറത്ത് എനിക്ക് ആ അഭിമുഖം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാര്യം ആ മനുഷ്യൻ അത്ര കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കാര്യം തൻ്റെ മകനെ അതിക്രൂരമായി തല്ലി കൊലപ്പെടുത്തിയതാണ് എന്ന് ആ കുടുംബം ഇപ്പോഴും പറയുന്നു. എന്താണെന്ന് അറിയോ ചേട്ടാ, ഈ കുട്ടികൾക്ക് ഈ വീഡിയോ പുറത്തു വന്നു, പരാതിപ്പെടാൻ ഒരു എവിഡൻസ് ഉണ്ട്. ഇവരെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഈ വീഡിയോ എങ്കിലും പുറത്തു വന്നതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റി രക്ഷിതാക്കളോട്. സിദ്ധാർത്ഥന് ഒരു കാര്യവും ഉണ്ടായില്ല. അവന് രക്ഷപ്പെടാൻ, അവന്റെ വേദന, അവൻ അനുഭവിച്ച മുറിവുകൾ എന്തെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനൊറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, അവനൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ വിഷയം. ആ പെൺകുട്ടി അവസാനം കാലം മാറി. അതിനെ പെൺകുട്ടി എന്ന് വിളിക്കാൻ പാടില്ല. ശരിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ. കാരണം SFI അല്ലെങ്കിൽ ഈ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ കുടിക്കീഴിലുള്ള ഒരു സംഘടന, അതായത് ഒരു ഡോക്ടറിന് സമമാണ് ഒരു നഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നഴ്സ് എന്ന് പറയുന്ന ആ ഉദ്യോഗത്തിന് എന്തെല്ലാം വേണമെന്നും ഒരു മാടപ്രാവിന്റെ അത്രയും ഒരു മനസ്സ് അല്ലെ, മാടപ്രാവിന്റെ ആണോ അത് അനുകമ്പയുള്ളൊരു മനസ്സ് അല്ലെ, അലിവും അനുകമ്പയും, ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക, അതായത് അലിവും അനുകമ്പയുമുള്ളൊരു മനസ്സ് വേണ്ട ഈ വിദ്യാർത്ഥികളാണ് ഇത്ര ക്രൂരമായി ബ്രൂട്ടലായിട്ട് ആ കുട്ടികളുടെ മേൽ പെരുമാറിയത്. ഇത് കേരള സമൂഹത്തിന്റെ മനസ്സിനേറ്റ മുറിവാണ്. അവരുടെ ഈ കുട്ടികളുടെ മാതാവിനും പിതാവിനും ഒക്കെ ഇതിൽ എന്ത് പറയാനുണ്ടാകും എന്ന് പോലും നമുക്ക് പിന്നെ അങ്ങനെ തോന്നിപ്പോകുന്നു. വിദ്യാർത്ഥികളെന്ന് വിളിക്കാൻ പറ്റില്ല.